നമസ്കാരം, ഞാൻ സോണി അഭിലാഷ്. ഭക്ഷണശാലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിതിൻ്റെ കളറിനായി ബീട്രൂട്ടാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്മെല്ലോ ഒരു കുത്തുന്ന ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ തയ്യാറാക്കി എടുക്കാം. ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാനായി ആദ്യം വേണ്ടത് 1 കപ്പ് റവയാണ് കേട്ടോ. അതിപ്പോൾ വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്തു കേട്ടോ. അരിപ്പൊടി എന്ന് പറയുമ്പോൾ പത്തിരിപ്പൊടിയാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ റവ എടുത്ത ആ കപ്പിന് 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്കിത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരുന്നത് വരെ ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. ഇതൊന്ന് കുതിർന്ന് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. അതായത് ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. നല്ല കളറുള്ളതാണെങ്കിൽ ഹൽവയ്ക്കും നല്ല കളറ് കിട്ടത്തുള്ളൂ. ഇതുപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബ്ലെൻഡറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇത് അരിച്ച് എടുക്കണം. ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്ക് വേണ്ടത്. ഇതിപ്പോൾ ഒരു വലിയ ഹോൾസ് ഉള്ള അരിപ്പയിലിട്ടാണ് ഞാൻ അരിച്ചെടുത്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒന്നും കൂടെ ഒരു ചെറിയ അരിപ്പയിലൂടെ ഒന്നും കൂടെ അരിച്ച് ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊരു സിറപ്പാക്കി എടുക്കണം. ഇതിപ്പോൾ ഈ ബീട്രൂട്ട് സിറപ്പാക്കി എടുക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഒരു കുത്തുന്ന മണം ഉണ്ടാവില്ലേ ബീട്രൂട്ടിന്, അതൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത്, പഞ്ചസാരയും പിന്നെ ഏലക്കായ ചതച്ചത് 4-5 ഏലക്കായ ചതച്ചതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ബീട്രൂട്ട് സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം. ആ ഒരു സിറപ്പാണ് നമ്മൾ ഹൽവയിലേക്ക് ചേർക്കുന്നതെങ്കിൽ, ബീട്രൂട്ടാണ് ഇതിൽ ഹൽവയിൽ ചേർത്തതെന്നൊന്നും ഒട്ടും അറിയില്ല. ബീട്രൂട്ടിൻ്റെ ഒരു അരുചിയും അതിൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് കണ്ടോ നമ്മുടെ റവയും അരിപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഹൽവയ്ക്ക് ഏകദേശം അരി ഹൽവയുടെ കൂടെ ഒരു ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അവിടെ ഇതും കൂടെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അരിപ്പൊടി കൂടെ ചേർത്തത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അരിച്ചെടുത്താൽ നമുക്ക് അതിനകത്തുള്ള കട്ടകളൊക്കെ ഒന്ന് മാറി നല്ല സ്മൂത്തായിട്ടുള്ള ആ ഒരു ലിക്വിഡ് ആണെങ്കിൽ മാത്രമേ ഹൽവ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കൊരു കടായിലേക്ക് ഇതൊന്നും കൂടെ ഞാനൊരു ചെറിയ ഹോൾസുള്ള അരിപ്പയിലൂടെ ഒന്നും കൂടെ ഒന്ന് അരിച്ചതിന് ശേഷം നമ്മുടെ ബീട്രൂട്ട് സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇതുപോലെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബീട്രൂട്ട് സിറപ്പില്ലേ, അതും കൂടെ ഒന്നും കൂടെ ഒന്ന് അരിച്ചതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തണുത്തിരിക്കുമായിരുന്നു കേട്ടോ. അല്ല, ചൂടോട് കൂടിയാണ് നിങ്ങൾ ചേർക്കുന്നെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം കട്ട പിടിക്കാൻ പാടില്ല കേട്ടോ. ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി നമുക്കിതൊന്ന് കുറുക്കി തുടങ്ങാം. ഇത് കുറുകി വരുമ്പോൾ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുറുക്കി തുടങ്ങാൻ. നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഈ ഒരു പാകമായി വന്നു കണ്ടോ, പെട്ടെന്ന് തന്നെ കുറുക്കി കിട്ടും. ഒക്കെ ഒന്ന് റെഡിയായി വരും. ഒന്ന് കുറുകി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കണം. ഞാൻ റവ എടുത്ത ആ കപ്പിൽ തന്നെ 2 കപ്പ് പഞ്ചസാര എടുത്തു കേട്ടോ. 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കണം. ഒട്ടും കട്ടയൊന്നും കെട്ടി നിൽക്കാൻ പാടില്ല. നല്ലപോലെ ഇളക്കി
യോജിപ്പിച്ച് കൊടുക്കുക, നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ഇപ്പോൾ നെയ്യും വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഹൽവ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 100 ഗ്രാം നെയ്യും 100 ഗ്രാം വെളിച്ചെണ്ണയും എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടും ചേർത്തിട്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് തിക്കായി വരുംതോറും നമുക്ക് എണ്ണയും നെയ്യും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീണ്ടും എണ്ണയും നെയ്യും ആഡ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ആയി വരുന്ന സമയം കൊണ്ട് ഞാനിതിനിടയ്ക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും വെളുത്ത എള്ള് 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും കൂടി ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഏകദേശം ഹൽവ പാകമായി വരുന്ന സമയമാകുമ്പോൾ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വറുത്തിട്ട് ചേർക്കുമ്പോൾ ഒട്ടും തന്നെ എള്ളിൻ്റെ ഒന്നും ഒരു പച്ചമണം ഉണ്ടാകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഹൽവ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മൾ ചേർത്തിട്ടുള്ള എണ്ണയും നെയ്യും ഇതൊന്ന് വിട്ട് വരുന്ന പാകമാകുമ്പോൾ മാത്രമേ ഓഫാക്കാവൂ. അതുവരെ നന്നായിട്ട് മുപ്പിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ചേർത്ത് കുറച്ച് നെയ്യും കൂടി ഇടയ്ക്കിടയ്ക്ക് നെയ്യും ഓയിലും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്പൂണിൽ നിന്നും പാത്രത്തിൽ നിന്നും ഒക്കെ നന്നായിട്ട് ഹൽവ വിട്ട് വരുന്ന ആ ഒരു പാകം ആവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ കടിക്കുമ്പോൾ ഇങ്ങനെ ആ ഒരു ഒട്ടുന്ന പോലെ ഉണ്ടാവും, സ്റ്റിക്കി ആയിട്ട് ഉണ്ടാവും. കുറച്ച് ഏലക്കായും കൂടെ ചേർത്തു, ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. കുറേശ്ശെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ നെയ്യാണ് ഞാൻ ചേർക്കുന്നത്. ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ചേർത്ത നെയ്യും എണ്ണയും വിട്ട് വരുന്ന ആ ഒരു പാകം ആകുന്നതാണ് ഹൽവ പാകമായി എന്ന് നമുക്കറിയാൻ പറ്റുന്നത് കേട്ടോ. നോൺ സ്റ്റിക്ക് പാത്രമൊക്കെ ആയതുകൊണ്ട് വേഗം തന്നെ അന്ന് വിട്ട് വരും. അപ്പോൾ നമ്മൾ ആയി എന്ന് വിചാരിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തണുത്തതിന് ശേഷം കട്ട് ചെയ്യുമ്പോൾ നൈഫിൽ ഒട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. ഇതിപ്പോൾ നന്നായിട്ട് മൂത്തിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ട്രേയിൽ ഒന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂ നട്ട്സും എള്ളും ഉണ്ടായിരുന്നില്ല, അന്ന് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഹൽവ ഇതിലേക്ക് ഇടാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ വേണം മാറ്റാനത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൽവ കഴിക്കുമ്പോൾ ഏകദേശം ഒരു കിണ്ണത്തപ്പം കഴിക്കുന്ന ടേസ്റ്റ് ആയി പോകും. ഹൽവ പാകമായില്ല എന്നുണ്ടെങ്കിൽ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിതൊന്ന് റാപ്പ് ചെയ്ത് നന്നായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് റൂം ടെമ്പറേച്ചർ തന്നെ വയ്ക്കുക, ഫ്രിഡ്ജിലൊന്നും വയ്ക്കരുത്. അതിനുശേഷം നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ പിറ്റേന്നാണ് എടുത്തത് കേട്ടോ. ഒരു ദിവസം ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് എടുത്തു. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹൽവ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ കളറോ മൈദയോ ഒന്നും ചേർക്കാതെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ് തയ്യാറാക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കാൻ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്